ഇന്ന് രാവിലെ തന്നെ ഒരു ഡീടോക്സ് വാട്ടർ കുടിച്ചിട്ടുണ്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ കിച്ചണിലേക്ക് കയറാണ് ചെയ്തത്. ശ്രീവിന് പഴം പുഴുങ്ങാനായിട്ട് വെക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം വേഗം അടുപ്പത്ത് വെച്ച് പിന്നെ ശ്രീവിന് മുസമ്പി മുറിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അവനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് കുറേ എക്സ്പ്രഷനുകൾ വരും. അതായത് ആൾക്ക് ഭയങ്കര പുളിപ്പ് കൂടുതലില്ല. പുളിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളെ പുളിപ്പിൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ് ഇടുക. അതിട്ട് കുറച്ച് നേരം എക്സ്പ്രഷനൊക്കെ കാണിച്ചിരുന്ന് പിന്നെ അവനത് വേഗം കഴിച്ചു. പിന്നെ അവന് നമ്മൾ ഡെയിലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുക. പഴം പുഴുങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യിൽ വാട്ടിയിട്ടാണ് കൊടുക്കുക അവന്. ഡെയിലി അത് തന്നെയാണ് കേട്ടോ കാലത്ത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ തന്നെയാണ് കുട്ടിക്ക് ഒരു എനർജി ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ നോക്കാറില്ല. പഴം ഞാൻ വേഗം തന്നെ കൊടുത്ത് തീർക്കാനായിട്ടോ നോക്കണം. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പണികളുണ്ട്. അത് കഴിഞ്ഞ് കൈയോടെ ഞാൻ ക്ലീൻ ഇങ്ങനെ നിൽക്കാണ്ട് ചെയ്തത്. കാരണം ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഞാനത് അവിടെ ഇടും. പിന്നെ എനിക്ക് മടിയാവും ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ വേഗം ക്ലീൻ ചെയ്യാൻ നോക്കാണ്. റൂമൊക്കെ അത്യാവശ്യം നല്ല അലമ്പായിട്ടാണ് കിടക്കണം. കാരണം പുറത്തുനിന്ന് പൊടി കയറണേൻ്റെയും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ശ്രീ എറിയണേൻ്റെ അങ്ങനെ എല്ലാം കൂടി അത്യാവശ്യം നല്ലോണം മെസ്സപ്പായിട്ടാണ് കിടക്കുന്നത്. പുറത്ത് നമ്മൾ വിൻഡോസും കാര്യങ്ങളൊന്നും തുറക്കണില്ലെങ്കിൽ കൂടി നല്ല രീതിക്ക് തന്നെ റൂമിലേക്ക് പൊടി കയറുന്നുണ്ട്. ഞാനിപ്പോൾ വേഗം തന്നെ ക്ലീൻ ആക്കാൻ നോക്കുകയാണ്. കാരണം ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേഗം അടിച്ചു വാരി തുടച്ച് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഉച്ചത്തേക്കുള്ള ചോറിൻ്റെ പണികളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ അടിച്ചു വാരി തുറക്കുന്നതിനിടയ്ക്കാണ് കേട്ടോ ശ്രീവിന് സൈക്കിൾ ചവിട്ടുക, അതുമാതിരി തന്നെ കളിപ്പാട്ടങ്ങൾ ഒതുക്കി വെച്ചതൊക്കെ വാരി വലിച്ചിടുക. ഈ വക പണികളൊക്കെ ഇവൻ ചെയ്യുക. ഞാൻ ഈ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില അതുവരെ എൻ്റെ മോനൊന്നും കളിക്കാനുണ്ടാവില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് ഇല്ലാത്ത കളികളും ഉണ്ടാവില്ല ആ സമയത്ത്. പിന്നെ ഞാൻ അവന് രാവിലെ മുസമ്പി കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ താഴെ എറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഉരച്ച് തുടക്കേണ്ടി വന്നു കേട്ടോ. ഇതിൻ്റെ ഒക്കെ കറ ഉണങ്ങി പിടിച്ച് കിടക്കണ കാരണം കൊണ്ട്. പിന്നെ ഞാൻ മൊത്തത്തിൽ വേഗം തുടച്ചെടുക്കാണ്ട് ചെയ്തത്. കാരണം ഉച്ചയാവാറായി, ചോറിൻ്റെ പണികളുണ്ട്. അപ്പോൾ അതെല്ലാം ചോറ് പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ശ്രീവിന് വേഗം ചോറ് കൊടുക്കായിരുന്നുണ്ട്. അപ്പോൾ ശ്രീവിന് ചോറ് കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം നേരം പിടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വേഗം അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ശ്രീവിൻ്റെ ടോയ്സാണ് കേട്ടോ. അവന് മേടിച്ച ടോയ്സുകളെല്ലാം പൊട്ടിച്ച് കളയാണ്ട് ബാക്കിയുള്ള ഞാൻ ഒതുക്കി വെച്ചതാണ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിട്ടിയപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ഞാൻ വേഗം തീർക്കണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ വേഗം തന്നെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ശ്രീവിന് ഉച്ചയ്ക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ ശീലമില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചു കൊണ്ട് ഉറക്കാമെന്നല്ലാണ്ട് ആളായിട്ട് കിടന്ന് ഉറങ്ങണ പതിവില്ല ഇവിടെ. ഇതൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് റൂമിൽ കൊണ്ടുവന്നപ്പോഴത്തുള്ള അവൻ്റെ കളികളുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഉറങ്ങാന്ന് പറഞ്ഞ പരിപാടി ഇല്ല ഇവനെ ഞാൻ ഉറക്കാൻ നോക്കും തോറും ഇവൻ ഉറങ്ങാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് എണീറ്റു. കാരണം അപ്പോൾ തന്നെ അത്യാവശ്യം ഒരു 4 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പിന്നെ ചായ ഇടാൻ നോക്കുകയാണ് ചെയ്തത്. കാരണം കിരൺചേട്ടൻ വരാറായിട്ടുണ്ട്. അപ്പോൾ അതേ ചായയൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ചായയൊക്കെ ഞാൻ ഗ്ലാസ്സിലേക്ക് പകർത്തുമ്പോഴേക്കും ആളെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ചായ വേഗം ഞാൻ കൊണ്ടു കൊടുത്തു. പിന്നെ അത് ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ശ്രീയു അതിൻ്റെ ഇടയിൽ കൂടെ വിശേഷങ്ങൾ പറയാനായിട്ട്. സാധാരണ ഞാനാണെങ്കിൽ കിരൺചേട്ടനോട് വിശേഷങ്ങൾ പറയാറ്. ഇന്ന് ശ്രീയുവിനാണ് അധികം വിശേഷങ്ങൾ പറയാനുള്ളത്. ആരാ പൊട്ടിച്ചേ? ശ്രീ അച്ഛനോട് എന്തേ പറയണേന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലാറ്റിൽ പുതിയൊരു ബേബി വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ബേബി ചേച്ചിയുടെ മാല പൊട്ടിച്ചു എന്നാണ് ശ്രീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണേ കേട്ടോ. ശ്രീ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും അങ്ങനെ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് സംസാരിക്കണ മാതിരി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിയുടെ സംസാരമൊക്കെ ക്ലിയർ ആയി വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കിരൺചേട്ടൻ ഹെഡ് മസാജൊക്കെ ചെയ്തതെന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു കേട്ടോ. ഇത് പിന്നെ നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ് കാണുന്നത്. നമ്മൾ ശ്രീവിൻ്റെ മുടിയൊക്കെ അത്യാവശ്യം നല്ലോണം വളർന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വെട്ടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ബാർബർ ഷോപ്പിലേക്ക് പോകണം. നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് പിന്നിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം നേരം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു മുടി വെട്ടാനായിട്ട്. അപ്പോൾ കിട്ടിയ നേരം ഞങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മുന്നിലൊരു മിറർ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷേ വലിയ ക്ലിയർ ആയില്ല. അപ്പോഴേക്കും പിന്നെ തിരക്ക് കഴിഞ്ഞപ്പോൾ ശ്രീവിനെ മുടി വെട്ടാനായിട്ട് കയറ്റിയിരുത്തിയിട്ട് ആളുടെ മുഖം അത്ര വലിയ ചൂവില്ല. ആൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ടില്ല ഇന്നൊരു മുടി വെട്ടാനായിട്ട്. ഒന്നെങ്കിൽ എൻ്റെ മടിയിലിരിക്കുക അല്ലെങ്കിൽ കിരൺചേട്ടൻ്റെ മടിയിലിരിക്കുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ തന്നെ ചെയറിലിരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല മുഖത്ത്. അവനിങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള മൈൻഡും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം വീഡിയോ എടുത്തു പിന്നെ അത് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ, അവൻ അലമ്പാക്കുന്നു വെച്ചിട്ട്. അപ്പോഴേക്കും പിന്നെ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീവിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.